മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ യോവാനിയോസ് മെത്രാപ്പോലീത്തായുടെ 71ാം ഓർമ്മ പെരുന്നാൾ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യപിതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ യോവാനിയോസ് മെത്രാപ്പോലീത്തായുടെ 71ാം ഓർമ്മ പെരുന്നാൾ 2024 ജൂൺ 15 ആഘോഷിക്കുന്നു. ഓർമ്മ പെരുന്നാൾ ഒരുക്കമായി ജൂലൈ 1 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ സ്ഥിതി ചെയ്യുന്ന ഖബർ ചാപ്പലിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വിവിധ പ്രാർത്ഥന കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. ജൂലൈ 1 അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ജൂലൈ 2 അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് എപ്പിസ്കോപ്പ, ജൂലൈ 3 അഭിവന്യ സാമുവേൽ മാർ ഐറീനോസ് മെത്രാപ്പൊലീത്ത, ജൂലൈ 4 കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ അഭിവന്യ ആംബ്രോസ് പുത്തൻ വീട്ടിൽ, ജൂലൈ 5 ഇടുക്കി രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ, ജൂലൈ 6 അഭിവന്യ യൂഹാനൻ മാർ തേഡോഷ്യസ് മെത്രാപ്പൊലീത്ത, ജൂലൈ 7 ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ, ജൂലൈ 8 ഫാദർ ഡോക്ടർ ജിജി ചരിവുപുരയിടം, ജൂലൈ 9 അഭിവന്യ തോമസ് മാർ അന്തോണീസ് മെത്രാപ്പൊലീത്ത, ജൂലൈ 10 അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് മെത്രാപ്പൊലീത്ത, ജൂലൈ 11 അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത, ജൂലൈ 12 അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്ത, ജൂലൈ 13 അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത, ജൂലൈ 14 ഫാദർ ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിൽ എന്നിവർ വൈകിട്ട് 5 കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് സന്ധ്യാനമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഖബർ ചാപ്പലിൽ ധൂപപ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്യും. ജൂലൈ 15 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യാതിഥിയായിരിക്കും. ജൂലൈ 1 മുതൽ 14 വരെ വൈകിട്ട് 5 മണി മുതലും ജൂലൈ 15 രാവിലെ 8 മണി മുതലും മലങ്കര കാത്തലിക് TV യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഓർമ്മ പെരുന്നാൾ. തിരുവല്ലാതി ഭദ്രാസനത്തിന്റെ പ്രഥമ അധ്യക്ഷനായ ഭാഗ്യസ്മരണാർഹനായ യാക്കോബ് മാർ തെയോഫിലോസ് മെത്രാപ്പൊലീത്തായുടെ 68ാമത് ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് 2024 ജൂൺ 23 പദയാത്ര നടത്തപ്പെട്ടു. രാവിലെ പിതാവിന്റെ ഒളശയിലെ ജന്മഗൃഹത്തിൽ നിന്നും ആരംഭിച്ച ഛായാചിത്ര പ്രയാണം വാകത്താനം സെന്റ് തോമസ് ദേവാലയത്തിലെത്തുകയും തിരുവല്ലാതി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മാർ തെയോഫിലോസ് പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രൽ ദേവാലയത്തിലെ ഖബറിങ്കിൽ എത്തിച്ചേർന്ന പദയാത്ര സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ സ്വീകരിക്കുകയും തുടർന്ന് ഖബറിങ്കിൽ ധൂപപ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്തു. ഓർമ്മ പെരുന്നാൾ ദിനമായ 27 തിരുവല്ല കത്തീഡ്രലിൽ വെച്ച് അതിഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്തായുടെയും പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുവേൽ മാർ ഐറീനോസ് മെത്രാപ്പൊലീത്തായുടെയും ബദനി മിശിഹാനുകരണ സന്യാസ സമൂഹം നവജ്യോതി പ്രൊവിൻസ് സുപ്പീരിയർ ഫാദർ ജോസഫ് അയ്യനേത്ത് OIC, ഭദ്രാസന വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളി എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഖബറിങ്കൽ ധൂപപ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്തു. പ്രവർത്തനം ആരംഭിച്ചു. ബത്തേരി ഭദ്രാസനത്തിന് വേണ്ടി സിൽ ഇന്ത്യ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 25 അസംഷൻ ഹോസ്പിറ്റലിനോട് ചേർന്ന് D-ലെവൽ ICU ആംബുലൻസ് ബത്തേരി കത്തോലിക്ക ബിഷപ്പ് ഹൗസിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചു. ആംബുലൻസിന്റെ ആശീർവാദം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. സുൽത്താൻ ബത്തേരി നഗരസഭാ അധ്യക്ഷൻ ശ്രീ TK രമേശ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈദികർ, സന്യസ്തർ, അസംഷൻ ഹോസ്പിറ്റൽ അധികൃതർ തുടങ്ങി സമൂഹത്തിലെ നാനാഭാഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. മാവേലിക്കര ഭദ്രാസനത്തിന്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായ കായംകുളം ചേതനയുടെയും മാവേലിക്കര റീജിയനിന്റെയും ആഭിമുഖ്യത്തിൽ ജൂൺ 26 പള്ളിപ്പാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട 50 വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. ചേതന ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ഫ്ലവറക്കുന്നിൽ അധ്യക്ഷനായ ചടങ്ങ് മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന പ്രൊക്കുറേറ്ററും ഇടവക വികാരിയുമായ ഫാദർ റോബർട്ട് പാലവിള, ചേതന അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജമ്മത്ത് കളത്തിൽ, പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിനി ആർ എന്നിവർ സന്നിഹിതരായിരുന്നു. ലഹരി വിരുദ്ധ ദിനം ആഘോഷിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കറ്റാനം ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രമായ
അക്സെപ്റ്റ് IRCAയും ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ചാസും ചേർന്ന് ജൂൺ 24 ലഹരി വിരുദ്ധ പ്രചാരണം പരിപാടിയുടെ ഭാഗമായി നടത്തിയ തെരുവു നാടകം ഫ്ലാഷ് മോബ് എന്നിവയ്ക്ക് കായംകുളം ചേതന ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സ്വീകരണം നൽകി. ചേതന ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് പ്ലാവറക്കുന്നിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജമ്മത്തകളത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. IRCA കൗൺസിലർ ശ്രീ ലിജു തോമസ്, ചേതന സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഓഫീസർ ശ്രീ റെജി രാജു, സജീവം കോർഡിനേറ്റർ ശ്രീമതി ഷൈനി ആൻഡ്രൂസ്, ചേതന സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തപ്പെട്ട ലഹരി വിരുദ്ധ പ്രോഗ്രാമിൽ ചേതനയും പങ്കാളിയായി. ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തപ്പെട്ടു. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ഭദ്രാസന MCYM-ഉം പത്തനംതിട്ട ഭദ്രാസന സാമൂഹിക ക്ഷേമ വിഭാഗമായ അനുഗ്രഹ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി ജൂൺ 26 യുവജനങ്ങളിൽ വളർന്നു വരുന്ന ലഹരി ആസക്തിക്കെതിരെയും ലഹരി ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റിയും പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ കീഴിലുള്ള വിവിധ സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ട് MSC ഹൈസ്കൂളിൽ നടത്തപ്പെട്ട ഉദ്ഘാടന സമ്മേളനത്തിൽ തണ്ണിത്തോട് സബ് ഇൻസ്പെക്ടർ ശ്രീ സണ്ണി സന്ദേശ റാലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അടൂർ മാർ ക്രിസോസ്റ്റം കോളേജ്, ഓമല്ലൂർ ആര്യഭാരതി സ്കൂൾ, മൈലപ്ര സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലും സന്ദേശ റാലി എത്തിച്ചേർന്നു. മൈലപ്രയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ പത്തനംതിട്ട ഭദ്രാസന വികാരി ജനറൽ ഫാദർ വർഗീസ് മാത്യു കാലായിൽ വടക്കേതിൽ സന്ദേശം നൽകി. ഭദ്രാസന വിസിറ്റ് നടത്തപ്പെട്ടു. MCYM സഭാതല സമിതിയുടെ നേതൃത്വത്തിൽ ജൂൺ 23 പുത്തൂർ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് Y2Y എന്ന പേരിൽ ഭദ്രാസന വിസിറ്റും ഭദ്രാസനതല യുവജന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും നടത്തപ്പെട്ടു. സഭാതല ഭാരവാഹികളും ഭദ്രാസന ഭാരവാഹികളും ചേർന്ന് നടത്തിയ ചർച്ചയിൽ സഭാതലത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഭദ്രാസന സമിതി ഉത്തരം നൽകുകയും അതിന്മേലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു. ശേഷം ഭദ്രാസന ഭാരവാഹികൾ പുത്തൂർ ഭദ്രാസനത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭാതല സമിതി അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ദക്ഷിണ കന്നഡ മേഖലാ ഭാരവാഹികളോടും വിവിധ യൂണിറ്റ് ഭാരവാഹികളോടും സഭാതല സമിതി ചർച്ചകൾ നടത്തി. സൗജന്യ പുനരധിവാസ ക്യാമ്പ് നടത്തപ്പെട്ടു. തിരുവല്ലാതി ഭദ്രാസനത്തിലെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെന്നൈ ഫ്രീഡം ട്രസ്റ്റുമായി ചേർന്ന് ജൂൺ 26 നടത്തിയ ഭിന്നശേഷിയുള്ളവർക്കായി സൗജന്യ പുനരധിവാസ ക്യാമ്പിൽ പങ്കെടുത്ത 56 പേർക്ക് വീൽ ചെയർ, മൊബിലിറ്റി എയ്ഡ്സ്, അസിസ്റ്റീവ് ഡിവൈസുകൾ, ഓർത്തോട്ടിക്സുകൾ, ആർട്ടിഫിഷ്യൽ ലിംസ് എന്നിവ സൗജന്യമായി നൽകി. പുഷ്പഗിരി രക്ഷാധികാരിയായ അഭിമന്യ തോമസ് മാർ കോറിലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന തോമസ്, പുഷ്പഗിരി CEO ഫാദർ ഫിലിപ്പ് പയ്യമ്പള്ളിൽ, ഫ്രീഡം ട്രസ്റ്റ് ചെന്നൈ ശ്രീ സുദർശൻ റെഡ്ഡി എന്നിവർ സന്നിഹിതരായിരുന്നു. നിര്യാതയായി. മേരി മക്കൾ സന്യാസിനി സമൂഹം ബത്തേരി പ്രൊവിൻസിലെ സിസ്റ്റർ ഹെഡ്വിച്ച് DM നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ജൂൺ 28 ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബത്തേരി പ്രൊവിൻസ് സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം തിരുവല്ല തിരുമൂലപുരം പ്രൊവിൻസിലെ സിസ്റ്റർ ജസ്റ്റിൻ SIC നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ജൂൺ 30 തിരുവല്ലാതി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കോറിലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുമൂലപുരം പ്രൊവിൻഷ്യൽ സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.